ഈ കോൺഗ്രസ് ഇങ്ങനെ വിടാതെ പിന്തുടരുവാണോ കേരള കോൺഗ്രസ്? ഈ അവരുടെ പല നേതാക്കന്മാരും മടങ്ങിവരവിന്റെ കാര്യങ്ങൾ പലയിടത്തും പറയുന്നു. എന്തെങ്കിലും തരത്തിലുള്ള വിദൂര സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ കേരള കോൺഗ്രസിന്റെ UDF-ലേക്കുള്ള മടങ്ങിപ്പോകിന്? അതിന് കൃത്യമായ കുറിപ്പ് ഞാൻ ഇട്ടിരുന്നു, കൃത്യമായി അതിന് മറുപടി കൊടുത്തു. അതിനപ്പുറത്തേക്ക് എല്ലാ ദിവസവും ഇത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ആരും വെല്ലുവിളിച്ചുകൊണ്ടുള്ള പറച്ചിലൊന്നും അല്ലല്ലോ. ഒരു ജനകീയ വിഷയമല്ലേ, നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇതിനകത്ത് ഒരിക്കലും രാഷ്ട്രീയവൽക്കരിക്കരുത്. അത് ഞാൻ കൂപ്പി പറയാണ്, അവിടുത്തെ ജനം വളരെ ബുദ്ധിമുട്ടുകയാണ്. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയവൽക്കരിക്കരുത്. അതിന് ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയൊക്കെ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു നിയമഭേദഗതിയിലേക്കുള്ള ഒരു സാധ്യത നോക്കുമല്ലേ. ഇപ്പോൾ ഓൾറെഡി അതിന്റെ ഡ്രാഫ്റ്റൊക്കെ റെഡിയാകുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ രണ്ടും ഇതിപ്പം നമ്മുടെ ഈ പറയുന്ന സംസ്ഥാന വകുപ്പ് അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ട്. കേന്ദ്രത്തിന്റെ രണ്ട് നിയമമാണ്. ആ വന്യജീവി സംരക്ഷണ നിയമവും അതോടൊപ്പം തന്നെ ക്രൂവൽറ്റി അഗൻസ്റ്റ് ഡൊമസ്റ്റിക് ആനിമൽ, ഈ രണ്ട് വകുപ്പിലുള്ളതാണ്, ഡിഫറെന്റ് വകുപ്പിലുള്ളതാണ്. അല്ല, ഈ വിഷയത്തിലല്ലോ ഇപ്പൊ കടൽ ഖനനവുമായി ബന്ധപ്പെട്ട് അത് ഞാൻ പറഞ്ഞ ജനകീയ വിഷയങ്ങൾ കേരള കോൺഗ്രസ് ഏറ്റെടുക്കുന്നു. അതിന് പരിഹാര മാർഗം കൂടിയല്ലേ പറയുന്നത്, അല്ലാതെ വെറുതെ ചുമ്മാ സമരം നടത്തുകയല്ലല്ലോ. അപ്പോൾ ഇതൊരു വലിയൊരു പ്രശ്നമാണ്. അത് നാട്ടിലെ ജനങ്ങൾക്ക് ജീവിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ നിയമം മാറ്റിയേ പറ്റൂ. അതും ചിലപ്പോൾ സർവകക്ഷി പോകണമായിരിക്കും. അതൊക്കെ എന്താണെന്നുള്ള ചർച്ച ചെയ്യട്ടെ നിയമസഭ പ്രത്യേക സമ്മേളനം വിളിക്കുന്ന തീരുമാനം അതിനകത്ത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് കൂടുമ്പോൾ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിരുന്നു, ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഒരു കമ്മിറ്റി വരാം. അത് പല ജനകീയ വിഷയങ്ങൾ. അതിനകത്ത് ഒന്ന് ഉയർന്നു വന്ന ഒരു സബ്ജക്റ്റാണ് നേരത്തെ ഒന്ന് വിളിച്ചാൽ കൊള്ളാമെന്നുള്ളത്.